നമസ്കാരം. കൊച്ചിയിൽ ഓടുന്ന കാറിൽ വെച്ച് അതിക്രൂരമായി നടി പീഡിപ്പിക്കപ്പെട്ടിട്ട് 8 വർഷമാകുന്നു. നീതിക്കായുള്ള അതിജീവിതയുടെ പോരാട്ടം തുടരുകയാണ്. കേസുകളും തുടരന്വേഷണവും ഹർജികളും ഉപഹർജികളും ഒക്കെയായി വിവിധ കോടതികളിലെ നടപടിക്രമങ്ങൾ. അതിനിടെ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന നിർണായക തെളിവായ പീഡന ദൃശ്യമടങ്ങിയ മെമ്മറി കാർഡ് മാജിസ്ട്രേറ്റും 2 ജീവനക്കാരും ഉൾപ്പെടെ 3 തവണ തുറന്നു പരിശോധിച്ചുവെന്ന് ഞെട്ടിക്കുന്ന വസ്തുതാന്വേഷണ റിപ്പോർട്ട് കോടതിയിലെത്തി. എന്നാൽ അതിന്മേൽ ഒരു നടപടിയും ഉണ്ടായില്ല. ഈ സാഹചര്യത്തിലാണ് നീതി തേടി അതിജീവിത രാഷ്ട്രപതിയെ സമീപിച്ചിരിക്കുന്നത്. വിഷയത്തിൽ നീതിന്യായ സംവിധാനം അതിജീവിതയെ കൈയൊഴിഞ്ഞു. നീതിക്കായി ഏത് വാതിലിൽ മുട്ടണം? പ്രതീക്ഷ രാഷ്ട്രപതിയിലും. ന്യൂസ് ഈവനിംഗ് ആരംഭിക്കുന്നു. സ്വാഗതം പ്രേക്ഷകർക്ക്. ന്യൂസ് ഈവനിംഗിൽ ഇന്നത്തെ അതിഥികൾ നിയമവിദഗ്ധ അഡ്വക്കേറ്റ് വിമല ബിനു, നിരീക്ഷകൻ ശ്രീ രാഹുൽ ഈശ്വർ. ആദ്യം അഡ്വക്കേറ്റ് വിമല ബിനു, നമ്മൾ ഈ കേസ് 2017 ഈ സംഭവം ഉണ്ടായത്. അതിനുശേഷം ഇപ്പോൾ ഇതാ 8 വർഷമാകാൻ പോകുന്നു. ഫെബ്രുവരി ആകുമ്പോൾ ഒരുപാട് തവണ പല കോടതികളിലായി, പല ഘട്ടങ്ങളിലായി, പല കേസുകളായി ഒക്കെ ഇത് വന്നതാണ്, നമുക്കറിയാം. അതൊക്കെ എല്ലാം ഓർമ്മിച്ചെടുക്കുക എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു പ്രക്രിയയായി മാറിയിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ വാർത്തയിൽ വന്നത്, നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ടൊരു വിവരം 2022 പുറത്തു വന്നല്ലോ. അത് 2018 3 തവണ ഈ മെമ്മറി കാർഡ്, ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് പരിശോധിച്ചിട്ടുണ്ട്. അതും അങ്കമാലി മാജിസ്ട്രേറ്റ് കൂടാതെ കോടതി ജീവനക്കാർ 2 പേർ, ഇവരുടെ പേര് വിവരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നതാണ്. ഈ കാര്യത്തിൽ ഇത് ഒരു വസ്തുതാന്വേഷണ റിപ്പോർട്ടായി ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട് എന്നത് കോടതിയിലേക്ക് എത്തി. അവിടെ പ്രതീക്ഷ അർപ്പിച്ചിരുന്നു അതിജീവിത. എന്നാൽ ആ വസ്തുതാന്വേഷണ റിപ്പോർട്ടിൽ ചില പരാതികൾ അതിജീവിതയ്ക്കുണ്ടായിരുന്നു. പിന്നീട് അതിന്മേൽ പോലീസ് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നു. അത് കോടതി തള്ളുകയും ചെയ്തു. ഇതെല്ലാമായിട്ടും ഒരു വസ്തുതാന്വേഷണ റിപ്പോർട്ട് അവിടെ നിൽക്കുന്നുണ്ട്. പരിശോധിച്ചു, കോടതിയുടെ പരിഗണനയിലിരിക്കെ അത് പരിശോധിച്ചത് ആര് എന്നതിൻ്റെയൊക്കെ വിവരങ്ങൾ കോടതിക്ക് മുന്നിലുണ്ട്. ഹൈക്കോടതി നടപടിയെടുത്തില്ല. സുപ്രീം കോടതിയിലേക്ക് പോയി. സുപ്രീം കോടതിയും അനങ്ങിയിട്ടില്ല. ഇപ്പോൾ ഇതാ രാഷ്ട്രപതിയെ സമീപിക്കേണ്ടി വന്നിരിക്കുന്നു. ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? താങ്കളൊരു നിയമവിദഗ്ധയാണല്ലോ. താങ്കളുടെ നിലപാട് എന്താണ്? താങ്കൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? കോടതികളുടെ പലപ്പോഴുമുള്ള നടപടികൾ നമ്മളെ അതിശയിപ്പിക്കുകയും നമ്മളെ വേദനിപ്പിക്കുകയും, നീതി എവിടെ, നീതി പണമുള്ളവനും സ്വാധീനമുള്ളവനും മാത്രമാണോ നീതി എന്ന് ചോദിച്ചു പോകുന്ന, മനസാക്ഷിയോട് ചോദിച്ചു പോകുന്ന ചില ഘട്ടങ്ങളെങ്കിലും നമുക്കിടയിലൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതീവ വേദന ജനിപ്പിക്കുന്ന ഒരു കാര്യം. ഇതിനകത്ത് പ്രസിഡന്റിന്റെ പവർ എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയ പവേഴ്സ് ആണ്. അപ്പോയിന്റ്മെന്റ് ഓഫ് ജഡ്ജസ് പ്രസിഡന്റിന്റെ പവറിലുള്ളതാണ്. പാർഡനിങ് പവേഴ്സ് ഓഫ് ദ പ്രസിഡന്റ് ഉണ്ട്. എന്നാൽ ഇത്തരത്തില് ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്ന് ഒരു അന്വേഷണവും നടപടിയും നടക്കേണ്ട ഒരു കാര്യത്തില് ഇതുവരെ ജുഡീഷ്യറി ഭാഗത്തു നിന്നും അത്തരത്തിലൊരു നടപടിയിലേക്ക് നീങ്ങിയിട്ടില്ല എന്നുള്ളത് അതിജീവിതയ്ക്ക് മാത്രമല്ല, മൊത്തം ജനസമൂഹത്തിന് നൽകുന്ന, ജുഡീഷ്യറി നൽകുന്ന പ്രതീക്ഷകൾ മങ്ങലേൽക്കുന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം എന്തിൽ വിശ്വസിക്കാനാണ്? നമുക്ക് എല്ലാവർക്കും അവസാനമായിട്ട് വിശ്വാസമുണ്ടായിരുന്ന ഒരു സംവിധാനമാണ് ഇന്ത്യൻ ജുഡീഷ്യറി എന്ന് പറയുന്നത്. എന്നാൽ ഇന്നത് ഡിട്രോയിറ്റഡ് ആണ്, പൊല്യൂട്ടഡ് ആണ്, കറപ്റ്റഡ് ആണ്. പറയാതെ വയ്യ. ഇത് പറയുമ്പോൾ നിയമ സംവിധാനത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കുകയല്ല ചെയ്യുന്നത്. നിയമ സംവിധാനത്തിൽ ഇപ്പോഴും നമുക്ക് പ്രതീക്ഷകളുണ്ട്. പക്ഷെ എങ്കിൽ പോലും പിന്നെ ഇത്തരം ഒരു മെമ്മറി കാർഡ് എന്ന് പറയുന്നത് എവിഡൻസ് ആണ്. ഒരു അത്തരത്തിലൊരു എവിഡൻസിനെ ടാമ്പർ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് പരിശോധിക്കുക എന്നൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടും കോടതിയുടെ ഭാഗത്തുനിന്ന് അതിനകത്തൊരു സിറ്റുവേഷൻ ഉണ്ടായത് എവിടെ നിന്നാണ്? അത് അഡ്വക്കേറ്റ് വിമല ബിനു, ഏറ്റവും ഗുരുതരമായ ഒരു സിറ്റുവേഷൻ അല്ലേ അത്? നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നതാണോ അങ്ങനെ ഒരു കാര്യം? അതായത് ഈ അങ്കമാലി മാജിസ്ട്രേറ്റ് ലീന റഷീദ് ഇത് വീട്ടിൽ സൂക്ഷിക്കുക പോലും ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങളാണ് പിന്നീട് പുറത്തു വരുന്നത്. കൂടാതെ 2 ജീവനക്കാർ, ശിരസ്തേദാറുമുണ്ട്, ക്ലർക്കുമുണ്ട്. ഇവര് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് പരിശോധിച്ചു എന്നത് പറയുന്നുണ്ട്. വീട്ടിൽ സൂക്ഷിക്കാമെന്ന് താൻ കരുതി എന്നതാണ് മാജിസ്ട്രേറ്റ് പറയുന്നത്. ഇനി ജീവനക്കാരിൽ ഒരാൾ പറയുന്നത് ജില്ലാ ജഡ്ജി പറഞ്ഞിട്ട് പരിശോധിച്ചു എന്ന്. ശിരസ്തേദാർ പറയുന്നതാകട്ടെ ഈ ഫോൺ കാണാതെ പോയി. ഇതൊക്കെ പറയുകയാണ്. അപ്പോൾ പരിശോധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്.
ഇത് തന്നെ എത്രത്തോളം ഞെട്ടലുണ്ടാക്കുന്നതാണ് അഡ്വക്കേറ്റ് വിമല ബിനു? ഇത്തരത്തിലൊരു ഞെട്ടിപ്പിക്കുന്ന വിവരം നമുക്ക് ലഭിച്ചിട്ടും കോടതിയുടെ ഭാഗത്തുനിന്നും ജുഡീഷ്യൽ സർവീസസിൽ ഒരു രജിസ്ട്രി ഉണ്ട്, നമുക്ക് രജിസ്ട്രാർ ഉണ്ട്, നമുക്ക് ഹൈക്കോടതിയിൽ നമുക്കൊരു രജിസ്ട്രാർ ഉണ്ട്. ജുഡീഷ്യൽ സർവീസസിന് മുകളിലുള്ള ഒരു അതോറിറ്റിയാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു സ്യൂമോട്ടോ കേസ് രജിസ്റ്റർ ചെയ്യാമായിരുന്നു, അന്വേഷണം നടത്താമായിരുന്നു. ഇതൊന്നും ഉണ്ടായിട്ടില്ല. അതിജീവിത ഇപ്പോഴും കരഞ്ഞുകൊണ്ട് കോടതികൾക്ക് മുമ്പാകെയും കേരളീയ പൊതുസമൂഹത്തിന്റെ മുമ്പാകെയും കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഈ നിൽപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം കോടതികളില് നീതി കാര്യമായി ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെ. കാരണം ദിവസവും പലപ്പോഴും കോടതികളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ സങ്കടത്തോടെ ഇറങ്ങി വരേണ്ടി വന്നിട്ടുള്ള ഒരു അഭിഭാഷകയാണ് ഞാൻ. പലപ്പോഴും നീതിക്ക് അവിടെ വലിയ പ്രാതിനിധ്യം ഉണ്ട്, നീതിക്ക് വേണ്ടി അവിടെ വലിയ മുറവിളികൾ നടക്കുന്നെങ്കിൽ പോലും പലപ്പോഴും പണമുള്ളവനും അധികാരമുള്ളവനും സ്വാധീനമുള്ളവനും വേണ്ടി നിയമങ്ങൾ മാറി എഴുതപ്പെടുന്ന സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് നിസ്സഹായരായി ഞങ്ങൾ കണ്ടു നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അത് പറയാതിരിക്കാൻ വയ്യ. പറയുമ്പോൾ ഞാൻ ജുഡീഷ്യറിയെ അടിച്ചാക്ഷേപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എങ്കിൽ പോലും അല്ല, നമ്മളൊരിക്കലും ജുഡീഷ്യറി അടച്ചാക്ഷേപിക്കരുത്. കാരണം നമ്മളൊക്കെ പ്രതീക്ഷ വയ്ക്കുന്നത് ജുഡീഷ്യറിയിൽ തന്നെയാണ്. പക്ഷേ ഈ സംഭവം അതൊരു വസ്തുതയായി അവിടെ നിൽക്കുന്നുണ്ട്. ഈ സംഭവത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുണ്ട് കോടതിയുടെ പക്കൽ. അതൊക്കെ നിൽക്കെയാണ് നമ്മൾ ഇങ്ങനെ ഒരു ചർച്ച ഇവിടെ നടത്തുന്നത്. മാത്രമല്ല, ഇതിനകത്ത് ഇപ്പം അതിജീവിതം ഇത്തരത്തിലൊരു പരാതി പ്രസിഡന്റിന് കൊടുത്താൽ തന്നെ പ്രസിഡന്റിന് അതിനകത്ത് ഇൻവോൾവ് ചെയ്യാനുള്ള പവേഴ്സിന്റെ കാര്യത്തിൽ ഡിസ്പ്യൂട്ട് ഉണ്ട്. കാരണം പ്രസിഡന്റിന്റെ പവേഴ്സ് ലിമിറ്റഡ് ആണ്. അപ്പൊ പ്രസിഡന്റ് നമുക്ക് സുപ്രീം കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു, അതിനകത്ത് പിന്നെ സുപ്രീം കോടതി നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ പ്രസിഡന്റിന്റെ പവറിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലുമില്ല. പാർഡനിങ് പവേഴ്സ് ഓഫ് ദി പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ ഉണ്ട്. പാർഡനിങ് പവേഴ്സ് ഓഫ് ദി പ്രസിഡന്റില് പിന്നെ ഇത്തരത്തില് പിന്നെ പിന്നെ വധശിക്ഷ വിധിക്കുന്ന കേസുകളിൽ പ്രസിഡന്റിന്റെ പാർഡനിങ് പവറിന് വേണ്ടി അപ്രോച്ച് ചെയ്യാം. അല്ലാതെ ഇത്തരം കേസുകളിൽ പ്രസിഡന്റ് ഇന്റർവീൻ ചെയ്യാനുള്ള പവറുകൾ ഇല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നത് അതിജീവിതം ഉദ്ദേശിച്ചതും അത് തന്നെയാവും. പൊതുസമൂഹത്തിന് മുമ്പിൽ ഇതൊരു ചർച്ചയ്ക്ക് കൊണ്ടുവരിക, അവർക്ക് നീതി ലഭിച്ചിട്ടില്ല എന്നുള്ളത് പൊതുസമൂഹം ചർച്ച ചെയ്യട്ടെ. എവിടെ നിന്നാണ് നീതി ലഭിക്കാതിരുന്നത്? നിയമ സംവിധാനത്തിൽ നിന്നാണ് നമുക്ക് നീതി ലഭിക്കാതെ വന്നത് എന്നുള്ളതാണ് അത്യന്തം വേദനാജനകമായ കാര്യം. മജിസ്ട്രേറ്റ് അവരുടെ വീട്ടിലാണോ എവിഡൻസ് സൂക്ഷിക്കേണ്ടത്, ഫയലുകൾ സൂക്ഷിക്കേണ്ടത്? അവർക്ക് അതിനായി കോടതിയിൽ സംവിധാനങ്ങളില്ലേ? അപ്പൊ മജിസ്ട്രേറ്റിന് വെക്കാമെന്ന് കരുതി എന്ന തരത്തിലേക്ക് മൊഴി നൽകിയിട്ടുണ്ട് എന്നൊക്കെ റിപ്പോർട്ടുകളാണ്, വിവരങ്ങളാണ് പിന്നീട് പുറത്തു വന്നത്. പറയുന്നത് ഒരു മജിസ്ട്രേറ്റ് ആണ്. ഒരിക്കലും മജിസ്ട്രേറ്റിന് സ്വന്തം വീട്ടിൽ ഈ ഫയലുകളോ എവിഡൻസോ ഇതുമായി ബന്ധപ്പെട്ട രേഖകളോ ഒന്നും സൂക്ഷിച്ചു വെക്കാൻ പാടില്ല. അതിന്റെയൊക്കെ കസ്റ്റോഡിയൻ സൂപ്രണ്ടാണ്. അതൊക്കെ കോടതി മുറികളിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. അതെങ്ങനെയാണ് മജിസ്ട്രേറ്റിന്റെ പേഴ്സണൽ റൂമിലേക്ക് കൊണ്ടുപോവുക? അതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. പക്ഷെ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് there is some high-handedness. There was some other involvement that which has happened in between എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. പലപ്പോഴും നമ്മള് കാശുള്ളവന്റെ കൂടെയും പണമുള്ളവന്റെ കൂടെയും അധികാരവും സ്വാധീനവും ഉള്ളവന്റെ കൂടെയും വലിയ വക്കീലുള്ളവന്റെ കൂടെയും നിയമം പോകുമെന്ന് നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. അതാണ് ഈ കേസിലും സംഭവിച്ചതെന്നുള്ളത് അതിദയനീയമായ കാരണമുണ്ട്. കാരണം ജുഡീഷ്യൽ രജിസ്ട്രാർക്ക് ഒരു നടപടി എടുക്കുന്നതിലും ഇത്തരത്തിലൊരു അന്വേഷണം നടത്തുന്നതിലും ഇതിനു വേണ്ട കുറ്റക്കാർക്കെതിരെ നടപടികൾ എടുക്കുന്നതിലും യാതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷേ കോടതികൾ അതിനെ കണ്ടില്ല എന്ന് നടിച്ചു എന്നുള്ളത് നീതിക്കായുള്ള അതായത് സഹപ്രവർത്തകരെ സംരക്ഷിക്കൽ അതാകുമോ? ഇപ്പോ ഇവിടെ ഈ കാര്യത്തിൽ ആരോപണ വിധേയരായി നിൽക്കുന്നത് ആരാണ്? സഹപ്രവർത്തകരെ സംരക്ഷിക്കുക എന്നതാണോ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ജുഡീഷ്യറിയും ചെയ്തിരിക്കുന്നത്? എല്ലാ കേസുകളിലൊന്നും രജിസ്ട്രാർക്ക് നടപടി എടുക്കാതെ പോകാറുമില്ല. അപ്പോൾ എന്തുകൊണ്ട് ഈ കേസിൽ നടപടി എടുത്തില്ല എന്നുള്ളത് വസ്തുക്കൾക്ക് വിധേയമായി തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പലപ്പോഴും നീതി സാധാരണക്കാർക്ക് അപ്രാപ്യമായിട്ട് വരുന്ന സാഹചര്യങ്ങൾ ഏറെയാണ്. പിന്നെ ഇന്ത്യൻ ജുഡീഷ്യൽ സർവീസസിലെ എസ്പെഷ്യലി കേരളത്തിലെ ജുഡീഷ്യൽ സംവിധാനങ്ങളെ കുറിച്ച് നമ്മൾ ഒരു കാലത്തൊക്കെ ഒരുപാട് ഊറ്റം കൊണ്ടിരുന്ന സംവിധാനങ്ങളാണ്. പക്ഷെ ഇപ്പോൾ അത്തരം പ്രതീക്ഷകളൊക്കെ എന്നെ പോലുള്ള അഭിഭാഷകർക്ക് നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. ജുഡീഷ്യറി വളരെ കറപ്റ്റഡായി,
വളരെ അതെ, വളരെ പൊല്യൂട്ടഡ് ആയി. കറക്റ്റായി എന്നാണ് അവർക്ക് താങ്കൾ പറയുന്നത്. വേണ്ടവർക്ക് ഞാൻ വേണ്ടി നിയമം അഡ്വക്കേറ്റ് നടത്തുന്ന വിമല ബിനുവിലേക്ക് എത്താം. ശ്രീ രാഹുൽ ഈശ്വർ ടെലിഫോൺ ലൈനിലാണ്. അദ്ദേഹത്തിന് ഒരു സാങ്കേതിക തടസ്സമുള്ളത് കൊണ്ട് തൽക്കാലം ചേരാൻ കഴിയുന്നില്ല. ഞങ്ങളത് പ്രതീക്ഷിക്കുന്നുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ, ഇപ്പം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് താങ്കളത് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. 2022 പുറത്തു വന്നതാണ്. നമ്മൾക്ക് ഏറെ ഞെട്ടലോടെയും അവിശ്വസനീയതയോടെയും കേട്ട കാര്യമാണ്. കോടതിയുടെ പരിഗണനയിൽ ഇരുന്ന ഒരു ദൃശ്യം, അത് കോടതി അത് അനധികൃതമായി തന്നെ കോടതിയുടെ പരിഗണനയിലിരിക്കെ 3 തവണ അത് തുറന്ന് പരിശോധിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വന്നത്. അത് ഒരു റിപ്പോർട്ടായി തന്നെ കോടതിയുടെ പക്കലേക്ക് എത്തുന്നു. അത് ഹൈക്കോടതിയിൽ കുറച്ചു കാലം, പിന്നീട് സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. ഇതിനൊക്കെ ശേഷം ഇതിലൊരു നടപടിയും എടുക്കാൻ ഈ നീതിന്യായ സംവിധാനങ്ങൾക്ക് കഴിയാത്ത പശ്ചാത്തലത്തിൽ ഇന്നിപ്പോൾ പുറത്തു വരുന്ന വാർത്ത എന്താണ്? രാഷ്ട്രപതിയെ സമീപിച്ചിരിക്കുകയാണ് ഈ അതിജീവിത. നീതി തേടി രാഷ്ട്രപതിയെ സമീപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു കാര്യമല്ലേ ശ്രീ രാഹുൽ ഈശ്വർ? ശ്രീമതി അനുജ, 2 കാര്യങ്ങൾ. ഒന്ന്, ഞാൻ ഉത്തരാഖണ്ഡിലാണ്, അതുകൊണ്ടാണ് ചെറിയൊരു ടെക്നിക്കൽ ഡിഫിക്കൽറ്റി, ക്ഷമിക്കണം. രണ്ടാമത്തെ കാര്യം, അതിജീവിതയുടെ സ്വകാര്യത ലംഘിക്കപ്പെടരുത്, അല്ലെങ്കിൽ സ്വകാര്യതയ്ക്ക് വേണ്ടിയുള്ള അതിജീവിതയുടെ ആ മുമ്പോട്ടുള്ള പോക്കിന് പൂർണ്ണമായും എന്താ പറയണേ സപ്പോർട്ട് പ്രഖ്യാപിക്കുന്നു. അവരുടെ റൈറ്റ് ആണ് അങ്ങനെ എഴുതാനുള്ളത്. പക്ഷെ 2-3 കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാതെ പറ്റില്ല. ഒന്ന്, പ്രധാനപ്പെട്ട കേസുമായിട്ട് ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? 1% പോലും ബന്ധമില്ല. അതായത് അന്തിമവാദം തുടങ്ങാനിരിക്കുന്ന ശ്രീ ദിലീപ് 8ാം പ്രതിയായ പ്രമാദമായ കേസുമായിട്ട് ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല. 2, ആരെങ്കിലും വേറെ ഇത് കണ്ടിട്ടുണ്ടോ? ഇല്ല. കോടതി ഓഫീസേഴ്സായ 3 പേർ ഏതാനും സെക്കൻഡുകളും ഏതാനും മിനിറ്റുകൾക്കും മാത്രമാണ് ഇത് ആക്സസ് ചെയ്തത്. കണ്ടുമില്ല, ടാമ്പർ ചെയ്യുന്നില്ല. 3, ജുഡീഷ്യറി കറപ്റ്റ് ആണോ എന്നറിയില്ല. പക്ഷെ പലപ്പോഴും മീഡിയയും ബാക്കിയുള്ള ആൾക്കാരും സ്ഥാപിത താല്പര്യങ്ങളോടെ ബാക്കിയുള്ളവരെ കരിവാരിത്തേക്കാൻ ശ്രമിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു അഭിഭാഷകൻ എന്ന നിലയിലും നിയമവിദ്യാർത്ഥി എന്ന നിലയിലും എനിക്ക് കോടതിയെക്കുറിച്ച് അത്യധികം അഭിമാനമാണ്. നമുക്കൊക്കെ അഭിമാനമുണ്ട്. പക്ഷെ താങ്കൾ പറയുന്നത് ശ്രീ രാഹുൽ ഈശ്വർ, മറുപടി പറഞ്ഞോട്ടെ. സ്റ്റേറ്റും പോലീസുകാരും മാധ്യമപ്പടയും ചുറ്റും നിന്ന് പീരങ്കി പോലെ വെടിയുതിർത്തിട്ടും കോടതിയുടെ സത്യസന്ധത ഉള്ളതുകൊണ്ടാണ് ശ്രീ ദിലീപിന് അനുകൂലമായി കോടതി നിൽക്കുന്നത്. എങ്ങനെങ്കിലും ദിലീപിനെ കുടുക്കി, ഏതെങ്കിലും വലിയ ആളെ കുടുക്കി എന്ന അഹങ്കാരം കാണിക്കാൻ ശ്രമിച്ച മീഡിയയും പോലീസുകാരും സർക്കാരും നാണം കെടുകയും ദിലീപ് വിജയിക്കുകയും ചെയ്തു. ഒരു കോടതിയിലല്ല, ഇവിടത്തെ കോടതി മുതൽ ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി വരെ പോയത് ഈ ദിലീപിന്റെ അല്ല, സത്യത്തിന്റെ വിജയമാണ്. അവിടെ ഒരു വനിതാ ജഡ്ജിയാണ് ഇരിക്കുന്നത്. വരുന്ന കാലത്തെ ഓരോ നിയമ വിദ്യാർത്ഥിയും വീട്ടിൽ അവർ ഈ പറയുന്ന സ്യൂഡോ ആക്ടിവിസ്റ്റുകളും കള്ളത്തരം പറയാൻ ഒരു മടിയുമില്ലാത്തവരും അതിജീവിതയുടെ പേരിൽ സ്വന്തം പബ്ലിസിറ്റി ഉണ്ടാക്കാൻ ശ്രമിച്ചവരും പറഞ്ഞു ശ്രീ ദിലീപിന് ഒരു പോറൽ പോലും ഏക്കാത്തത് ഈ ജുഡീഷ്യറിയുടെ മഹത്തരമാണ്. എന്ത് സംഭവിച്ചു എന്നാ പറയുന്നത്? ആര് ടാമ്പർ ചെയ്തു? ആര് എവിഡൻസ് എടുത്തു? ഒന്നുമില്ല. അതായത് ഏതോ ആൾക്കാർ അൺഓതറൈസ്ഡ് ആക്സസ് ചെയ്തു, അതാണ് കൃത്യം വാക്ക്. അത് ടാമ്പറിംഗ് ആയി, ലീക്കേജ് ആയി. ഇനി എത്രമാത്രം കള്ളം പറയാൻ നമ്മുടെ ആൾക്കാർ മടി കാണിച്ചില്ല. കാവ്യ മാധവൻ ചർച്ച ചെയ്തില്ലേ? കാവ്യ മാധവന്റെ അമ്മ മാനവാണെന്ന് പറഞ്ഞ് ചർച്ച ചെയ്തില്ലേ? ദിലീപിന്റെ കേസിൽ ദാവൂദ് ഇബ്രാഹിമിന് ബന്ധമുണ്ടെന്ന് പറഞ്ഞ് ചർച്ച ചെയ്തില്ലേ? 50 ലക്ഷം രൂപ വേങ്ങരയിൽ ഒരാൾ ചർച്ച ചെയ്തില്ലേ? ദിലീപ് 4 പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞൊരു കേസെടുത്തില്ലേ? ഞാനൊന്ന് ഇടപെടുകയാണ് ശ്രീ രാഹുൽ ഈശ്വർ, ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പൊ ദിലീപ് വിജയിച്ചു എന്ന് താങ്കൾ തുടർച്ചയായി പറയുന്നത് കേട്ടു. ഇതിന്റെ അന്തിമ വിധിയൊന്നും വന്നിട്ടില്ല രാഹുൽ ഈശ്വർ. ദിലീപ് വിജയിച്ചു എന്ന് താങ്കൾക്ക് ഒന്നിലേറെ തവണ ഇങ്ങനെ പറയാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. മറ്റൊന്ന്, ഇപ്പോ ഈ യഥാർത്ഥ താങ്കൾ പലതവണ പറഞ്ഞു ദിലീപ് വിജയിച്ചു നിൽക്കുന്നു എന്ന് താങ്കൾ പറഞ്ഞു. കോടതി സമീപനം സ്വീകരിക്കുന്നതിന്റെ കാര്യം ദിലീപിന്റെ ഭാഗത്താണ് ന്യായമാണ്. ഇത് തന്നെയാണ് ആടിനെ പട്ടിയാക്കുക, പട്ടിയെ അല്ലല്ല, താങ്കൾ പറഞ്ഞതാണ്. അത് മാത്രമല്ല, ഇതിന്റെ അന്തിമവാദം ഇപ്പൊ നാളെ തുടങ്ങാൻ പോകുന്നേ. എന്താണ് കോടതി വിധി പറയാൻ പോകുന്നത് നമുക്കറിയില്ല. നമുക്ക് അല്ല, എനിക്ക് അനുജ മാഡത്തോട് വ്യക്തിപരമായ വലിയ ബഹുമാനമാണ്. അതുവരെ നമുക്ക് ഈ പ്രേക്ഷകർക്ക് ഇതിന്റെ യൂട്യൂബിൽ ബാക്കിലോട്ട് പോയി നോക്കിയാൽ ഞാൻ ദിലീപ് വിജയ് പറഞ്ഞു. അല്ല ശ്രീ രാഹുൽ ഈശ്വർ, നമുക്ക് സമയക്കുറവുള്ളതുകൊണ്ട് ഞാനൊരു കാര്യം ചോദിച്ചോളട്ടെ. അതായത് ഈ യഥാർത്ഥ മെയിൻ കേസുമായി ഇതിന് എന്ത് ബന്ധമെന്ന് താങ്കൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇതൊരു വേറെ ഒരു കേസ് തന്നെയാണ് ശ്രീ രാഹുൽ ഈശ്വർ. ഇത് പരാതി കൊടുത്തതാണ്. അതായത് തന്റെ പീഡന ദൃശ്യങ്ങൾ അത് കോടതിയുടെ പരിഗണനയിലിരിക്കെ അനധികൃതമായി തുറന്ന് പരിശോധിച്ചു എന്ന അതിജീവിതയ്ക്ക് പരാതിപ്പെടാനുള്ള അർഹതയില്ലേ? മറ്റു കേസുമായി ബന്ധമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മിണ്ടാതിരിക്കണമെന്നാണ് താങ്കൾ പറയുന്നത്.
തീർച്ചയായിട്ടും ഉണ്ട്. അൺഓതറൈസ്ഡ് ആക്സസിന് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അതിനർത്ഥം ടാമ്പറിംഗ് എന്നാണോ? അൺഓതറൈസ്ഡ് ആക്സസ് എന്നാണ് റിപ്പോർട്ട്. അങ്ങനെ പരിശോധിക്കാൻ അനുമതിയുണ്ടോ? അങ്ങനെ പരിശോധിക്കാൻ ഇതിന് പരിശോധിക്കുന്നതിന് മാനദണ്ഡമില്ലേ? സൈബർ വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ അല്ലാതെ പരിശോധിക്കരുത്. കൂടാതെ ഈ സമയം ഉൾപ്പെടെ രേഖപ്പെടുത്തിയത് അതിന്റെ നിയമപരമായ പരിശോധന മാത്രമേ അലൗഡ് ആയുള്ളൂ. അല്ലാതെ ഈ ജീവനക്കാർക്ക്, സെക്ഷൻ ക്ലർക്കിന്, അതുപോലെ ശിരസ്തേദാറിന്, പിന്നെ അങ്കമാലി മജിസ്ട്രേറ്റ് വീട്ടിൽ കൊണ്ട് സൂക്ഷിക്കാൻ ഇതിനൊക്കെ അനുവാദമുണ്ടോ രാഹുൽ ഈശ്വർ? ഇല്ല. അൺഓതറൈസ്ഡ് ആക്സസിന് പരാതി കൊടുത്തോളൂ. പക്ഷെ അൺഓതറൈസ്ഡ് ആക്സസ് എന്ന് പറഞ്ഞാൽ ടാമ്പറിംഗ് എന്നാണോ അർത്ഥം? അൺഓതറൈസ്ഡ് ആക്സസ് എന്ന് പറഞ്ഞാൽ ലീക്കേജ് ആണോ അർത്ഥം? അല്ല, അങ്ങനെ സംഭവിച്ചാൽ ഇന്നിപ്പോ രാഷ്ട്രപതിക്ക് നൽകിയ പരാതിയിലും അവർ പറയുന്നത് അത് തന്നെയാണ്. ഇത് പുറത്തേക്ക് പോകുമോ എന്നുള്ളതിൽ അവർക്ക് സംശയമുണ്ട്. പുറത്തേക്ക് പോയാൽ അത് തന്റെ ജീവിതത്തെ ബാധിക്കാം എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയാണ് ശ്രീ രാഹുൽ ഈശ്വർ. ആ ആശങ്കയോട് 101% യോജിക്കുന്നു. 100 ആ ആശങ്ക കോടതി കാണാതെ പോയത് എന്തുകൊണ്ട് എന്നാണ് ഞാൻ ചോദിച്ചത് രാഹുൽ ഈശ്വർ. ആശങ്ക കോടതി കാണാതെ പോയത് അതിജീവിതയുടെ കൂടെ നിൽക്കുന്നവർ അതിബുദ്ധി കാണിക്കുകയും സ്ട്രാറ്റജി കാണിക്കുകയും കേസ് നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഈ ബാക്കിയുള്ളവരൊന്നും മണ്ടന്മാരാണെന്ന് അവർ വിചാരിക്കരുത്. അതായത് ഈ മറുഭാഗത്തിരിക്കുന്നവരെ മണ്ടന്മാരാന്ന് വിചാരിക്കരുത്. ഏതെങ്കിലും രീതിയിൽ കേസ് വലിച്ചു നീട്ടിക്കൊണ്ടു പോകാനും. അല്ല, ഇത് ഹൈക്കോടതിയെ സമീപിച്ചത് എന്താണ്? 2022 അല്ല, ഇത് നമുക്ക് സമയക്കുറവുള്ളതുകൊണ്ട് ഞാൻ അപ്പോൾ ഇടപെടുന്ന രാഹുൽ ഈശ്വർ, താങ്കൾ ഒന്ന് ക്ഷമിക്കുക. അല്ല, ഞാൻ വരാം താങ്കളിലേക്ക്. അതായത് ഇപ്പൊ 2022 ഇങ്ങനെ ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ട് എന്ന വിവരം പുറത്തു വന്നത് 2018 പരിശോധിച്ചിട്ടാണ്. അതെ, അത് പരിശോധിച്ചു എന്ന് തന്നെയാണല്ലോ. അത് ഏത് ഉപകരണത്തിൽ, ഏത് ഫോണിൽ? അങ്ങനെയല്ല. ഹാഷ് വാല്യൂ മാറിയത് ആ ഫയലുകളുടെ അല്ല. ഹാഷ് വാല്യൂ മാറിയത് ആ ഫയലുകൾ ആ ഡിവൈസിന്റെ ഹാഷ് വാല്യൂ ആണ് മാറിയിരിക്കുന്നത്. ഈ 8 ഫയലുകളുടെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല. ആ റിപ്പോർട്ട് പരിശോധിക്കാം. ദീപാ മാഡത്തിന്റെ റിപ്പോർട്ട് എന്റെ ഇരിപ്പുണ്ട്, കേരളത്തിൽ എന്റെ വീട്ടിൽ ഇരിപ്പുണ്ട്. ആ ഫയലുകളുടെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല. അത് ആ റിപ്പോർട്ടിൽ എടുത്തെഴുതിയിട്ടുണ്ട്. പക്ഷേ ഈ ഹാഷ് വാല്യൂ മാറിയതടക്കം പരിശോധിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ലായിരുന്നോ നടിയുടെ ഉപഹർജി? ഇത് പോലീസ് അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉപഹർജി ഹൈക്കോടതിയിലേക്ക് പോയത് ഈ കാര്യം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയല്ലായിരുന്നോ രാഹുൽ ഈശ്വർ? മാഡം, ഞാൻ ചോദിച്ചത് ആ ഫയലുകളുടെ ഹാഷ് വാല്യൂ മാറിയെന്ന വാർത്ത എവിടെങ്കിലും കേട്ടോ? ആ ഡിവൈസ് വെറുതെ ഒരു സിസ്റ്റത്തിന്, അതായത് ഈ ഡിവൈസ് തന്നെയാണോ എന്ന് പരിശോധിക്കാൻ വേറൊരു കമ്പ്യൂട്ടറിലേക്ക് ഇട്ട് നോക്കിയാൽ പോലും അതിന്റെ ഹാഷ് വാല്യൂ മാറും. കാര്യം പുതിയൊരു ഡിവൈസിലേക്ക് ഇടുമ്പോൾ അതിൽ പുതിയൊരു ഫയൽ ആകും. പുതിയ ഫയൽ കഴിഞ്ഞാൽ എന്റെ ഹാഷ് വാല്യൂ മാറും. ഈ 8 ഫയലുകളുടെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ലെന്ന റിപ്പോർട്ടിലുണ്ട്. ഇനി ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. യഥാർത്ഥത്തിൽ സാധാരണക്കാർ മനസ്സിലാക്കണം, കേസ് തോക്കാൻ പോകുന്നു എന്ന് അവർക്കറിയാം. കാര്യം അവരുടെ കേസിന് ഒരു മെറിറ്റില്ല. അതിജീവിതയല്ല കേട്ടോ, അതിജീവിതയുടെ കേസിന് മെറിറ്റുണ്ട്. ബാക്കി എല്ലാവരും കുറ്റക്കാരാണ്. 8ാം പ്രതിയെ ഗൂഢാലോചന നടത്തി വലിച്ചഴിച്ചതാണ് കേരള പോലീസ്. അല്ല, അത് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത് എങ്ങനെയാണ്? താങ്കൾ ഒരു അഭിഭാഷകനാണെന്ന് പറയുന്നു. എങ്ങനെയാണ് താങ്കൾക്ക് അത് കുറ്റക്കാരനല്ല എന്ന് ഈ ഘട്ടത്തിൽ വിധിക്കാൻ കഴിയുന്നത് രാഹുൽ ഈശ്വർ? അത് കോടതി പറയട്ടെ. വിമല ബിനുവിന് കൊടുത്തതിന്റെ നേരത്തെ കോടതി കറപ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞു മാഡം ഇടപെട്ടില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞു ജുഡീഷ്യറിയിൽ നമ്മൾ ഇപ്പോഴും പ്രതീക്ഷ വെക്കുന്നുണ്ട്. ഈ വിഷയത്തിലാണ് ഈ വിഷയത്തിലാണ് നമ്മൾ ചർച്ച നടത്തുന്നത്. ഞാൻ എടുത്തു പറഞ്ഞിരുന്നു. പറയൂ. ദയവായി ശ്രദ്ധിക്കൂ. യഥാർത്ഥത്തിൽ ദിലീപിനെ കരിവാരിത്തേക്കാനും ജഡ്ജിയെ കരിവാരിത്തേക്കാനും ജഡ്ജിയുടെ ഭാഷയിൽ തന്റെ 12 വയസ്സുള്ള മകളെ ഒഴിച്ചു ബാക്കി കരിവാരിത്തേച്ചു. ആ ജഡ്ജി അച്ഛനെ കരിവാരിത്തേച്ചു, ഭർത്താവിനെ കരിവാരിത്തേച്ചു, അവരുടെ കുടുംബത്തെ കരിവാരിത്തേച്ചു. ഇത് ഡീൽ ചെയ്ത് എല്ലാവരെയും കരിവാരിത്തേച്ചു. എന്തുകൊണ്ടാ? ചില ആൾക്കാർക്ക് അന്ധമായ ദിലീപ് ദിലീപിനെങ്കിലും കൊടുക്കണം. അതിജീവിതയുടെ കേസ് മെറിറ്റ് ഉള്ളതാണ്. പക്ഷേ ദിലീപ് ഇതിന് യാതൊരു പങ്കുമില്ല. അതിജീവിതയ്ക്ക് നീതി കിട്ടണം. പൾസർ സുനി അടക്കമുള്ളവർക്ക് ഏറ്റവും കടുത്ത ശിക്ഷ കൊടുക്കണം. 80-ലേറെ ദിവസം ജയിലിൽ കിടന്നത് പിന്നെ എന്തിനാണ് രാഹുൽ ഈശ്വർ? ഇത് പങ്കുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ വിധിക്കേണ്ടത് എന്താണ്? നടന്ന കാര്യം നമുക്ക് പറയാമല്ലോ. 80 ദിവസത്തിലേറെ ജയിലിൽ കിടന്നു ജാമ്യമില്ലാതെ. 50 ദിവസം 80 രാജ്യദ്രോഹിയാണോ? 50 ദിവസം നമ്പിനാരായണൻ ജയിലിൽ കിടന്നു ചാരക്കേസിൽ. നമ്പിനാരായണൻ രാജ്യദ്രോഹിയാണോ? ശശി തരൂർ ഭാര്യയെ കൊന്നു ഡൽഹി പോലീസ്. അതെ, ഇതിൽ അന്തിമ വിധി കോടതി പറയട്ടെ. അതിനിടയിൽ വന്നിട്ടുള്ള ഈ വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് തീർച്ചയായിട്ടും പറഞ്ഞിട്ട് മതി. പക്ഷേ സാധാരണക്കാർക്ക് ദിലീപിനെയും കോടതികളെയും അടക്കം എല്ലാം കരിവാരിത്തേക്കാനും തോക്കുമെന്ന് ഉറപ്പായ കേസിൽ ആദ്യമേ ഡിഫൻസ് എടുക്കാനുമാണ് നോക്കുന്നത്. ഇനി കാവിലെ പാട്ടു മത്സരത്തിന് കാണാമെന്ന് പറഞ്ഞ് അതിജീവിതയുടെ കൂടെ നിൽക്കുന്നവർക്ക് യുണൈറ്റഡ് നേഷൻസിന് പരാതി കൊടുക്കാം. എല്ലാവിധ ആശംസകളും നേരുന്നു. അതിജീവിതയോടൊപ്പമാണ്. പക്ഷേ ദിലീപിനെ കൊടുക്കാനുള്ള ഈ കള്ളക്കേസ് താഴെ വീഴണം. കേസ് എന്തായി? ആർക്കും അന്വേഷിക്കണ്ടേ?
വേണ്ടേ? അല്ല, ഈ കാര്യത്തിൽ പോലും ദിലീപ് ഇടപെടുന്നത് നമ്മൾ കണ്ടതാണല്ലോ ശ്രീ രാഹുൽ ഈശ്വർ. അതായത് ഒരു ഉപഹർജി കൊടുക്കുമ്പോൾ അന്ന് കോടതി ദിലീപിനോട് ചോദിച്ചിട്ടുണ്ട്, ഈ കാര്യത്തിൽ ദിലീപ് എന്തിന് ഇടപെടണം, ഇത് ദിലീപുമായി ബന്ധമുള്ള വിഷയമല്ലല്ലോ എന്ന്. ഈ ഉപഹർജിയെ എതിർക്കുകയാണ് ദിലീപ്. അതെന്തുകൊണ്ടാണ്? ദിലീപിന് എന്താണ് കാര്യം അതിൽ? ഇത് കോടതി ചോദിച്ചതാണ്, എന്തിന് ദിലീപ് ഇതിൽ ഇടപെടുന്നു എന്ന്. കേസ് വലിച്ചു നീട്ടിക്കൊണ്ടു പോണു, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കേസ് വലിച്ചു നീട്ടിക്കൊണ്ടു പോണു. കേസിനൊരു അവസാനം വേണ്ടേ? എന്തെങ്കിലും പോണു. ദിലീപിനെതിരെ എന്തെങ്കിലും ഒരു തെളിവ്, ഒരൊറ്റ തെളിവ് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കടുക് മണിയോളം പോലും ദിലീപിനെതിരെ തെളിവില്ല, ഒരൊറ്റ തെളിവ് ഹാജരാക്കിയിട്ടുണ്ടോ? അല്ല, നമ്മൾ ഈ വിഷയത്തേക്ക് സ്പെസിഫിക് ആയി വരൂ രാഹുൽ ഈശ്വർ. ഇപ്പോൾ ഈ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചു എന്നുള്ള വിഷയത്തിലേക്ക് വരൂ. അതിൽ ദിലീപിന് ഇടപെടേണ്ട ഒരാവശ്യവും ഇല്ലല്ലോ. അത് മറ്റൊരു വിഷയമാണ്. അത് അവരുടെ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന വിഷയമാണ്, അവരുടെ സ്വകാര്യതയെ, പ്രിവസിയെ ബാധിക്കുന്ന വിഷയമാണ്. ആ ദൃശ്യങ്ങൾ പുറത്തേക്ക് പോകുമോ എന്നൊരു ആശങ്ക അവർക്കുണ്ട്. അങ്ങനെയെങ്കിൽ അവരുടെ ജീവിതത്തെ ബാധിക്കും. അതുകൊണ്ടാണ് അടിയന്തരമായി തന്നെ അവർ കോടതിയെ സമീപിച്ചത്. എന്നിട്ട് എന്ത് സംഭവിച്ചു എന്നുള്ളതിലാണ് നമ്മളിപ്പോൾ ചർച്ച നടത്തുന്നത്. രാഹുൽ, അതെ, കോടതി തള്ളി. എന്തിനാണ് ദിലീപ് ഇടപെടാൻ പോയതെന്നാണ്? അദ്ദേഹത്തിന് എന്തെങ്കിലും കാര്യമുള്ളതാണോ ഇത്? കാലതാമസം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, എന്തെങ്കിലും മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് കേസ് വലിച്ചു നീട്ടാൻ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് ശ്രീ ദിലീപ്. മാത്രമല്ല, ഒരു കാര്യം കൂടി, മറ്റൊരു അനവസര ഇടപെടൽ കൂടി ഞാൻ താങ്കളെ ചൂണ്ടിക്കാണിക്കാം. അതായത് ഇപ്പോൾ ഈ വിവരത്തിലെ അന്വേഷണ റിപ്പോർട്ട് അത് നടിക്ക് നൽകരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും ചെല്ലുകയാണ്. തനിക്ക് നൽകണം, പക്ഷെ അന്വേഷണ റിപ്പോർട്ട് നടിക്ക് നൽകരുത് എന്ന് ഹൈക്കോടതിയിൽ പറയുകയാണ്. നൽകരുത് എന്ന് പറഞ്ഞ ആ ഒരു ആവശ്യം തള്ളിക്കളയുകയും ചെയ്തു കോടതി. അപ്പോൾ അതാണ് പറയുന്നത്, ഈ അനാവശ്യ സമയത്ത് അതിൽ നീട്ടിക്കൊണ്ടു പോകുന്നതുമായി അതിന് ബന്ധമില്ലല്ലോ രാഹുൽ ഈശ്വർ. നടിക്ക് പ്രസിഡന്റിന് എഴുത്തെഴുതാൻ കഴിയുന്നത് പോലെ ശ്രീ ദിലീപിന്റെ ലീഗൽ ടീമിന് കോടതി പ്രസിഡന്റ് ലിമിറ്റഡ് പവേഴ്സ് ഉള്ള പ്രസിഡന്റ് എഴുതാൻ കഴിയുമെങ്കിൽ കോടതിയെ സമീപിക്കാൻ കഴിയുന്നില്ലേ? ഞാൻ തിരികെ ന്യൂസ് ഈവനിംഗ് ചർച്ചയിലേക്ക്. അഡ്വക്കേറ്റ് വിമല ബിനു, ഇപ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞത് കേട്ടല്ലോ. ഇത് വെറുതെ വച്ച് നീട്ടി കാലതാമസം ഉണ്ടാക്കുന്നതിന് വേണ്ടി കൊണ്ടുവരുന്ന ഓരോരോ ഹർജികളും ഉപഹർജികളും കേസുകളും ഒക്കെയാണ് എന്നത്. എന്താണ് അതിനുള്ള മറുപടി? നോക്കൂ, ഇത് മെമ്മറി കാർഡ് പരിശോധിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ഒരു ഹർജി നൽകുന്നത് വെറുതെ വലിച്ചു നീട്ടലാവുന്നത് എങ്ങനെയാണ്? രാഹുൽ ഈശ്വർ, വലിച്ചു നീട്ടേണ്ട കാര്യം ഈ കേസിൽ മൊത്തത്തിലില്ല. അതല്ല ഇതിനകത്തെ പോയിന്റ്. അവർക്ക് എത്രയും പെട്ടെന്ന് നീതി ലഭിക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ പോയിന്റ്. പക്ഷേ നീതി ലഭിക്കുന്ന പ്രൊസീജിയറിൽ വരുന്ന പാളിച്ചകൾ, പ്രൊസീജിയറൽ എറേഴ്സ് വരുമ്പോൾ അവർ കോടതിയെ സമീപിക്കാതെ മറ്റെന്താണ് അവർക്ക് ചെയ്യാൻ കഴിയുക? നോക്കൂ, ഇപ്പോൾ അവരുടെ പ്രൊസീജിയറിൽ വന്നിരിക്കുന്ന പ്രസിഡന്റ് കൊടുത്തിരിക്കുന്ന ഈ പരാതിയിൽ തന്നെ പ്രത്യേകിച്ച് ആക്ഷൻ ഒന്നും എടുക്കാനുള്ള പവർ പ്രസിഡന്റിനില്ല. അഭിഭാഷകനായ രാഹുൽ ഈശ്വറിന് ആ കാര്യം അറിയാവുന്നതാണ്. മാത്രമല്ല, രാഹുൽ ഈശ്വർ പറഞ്ഞത് ശരിയുമാണ്. ഒരു കോൺസ്പിറസി കേസിൽ ദിലീപിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു കോൺസ്പിറസി ഉണ്ടായി എന്ന് പ്രൂവ് ചെയ്യുക അത്രയ്ക്ക് ഈസി ആയ ഒരു കാര്യവുമല്ല. ഒരു പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം, അതല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ നിയമ സംവിധാനങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺസ്പിറസി കേസുകൾ പ്രൂവ് ചെയ്യുക വളരെ ഡിഫിക്കൽട്ടായ ഒരു സിറ്റുവേഷൻ തന്നെയാണ്. അതിനകത്ത് ദിലീപ് എവിടെ ജയിച്ചു എന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. രാഹുൽ ഇത്തരം കേസുകളിൽ ആകെ 90 days പീരീഡ് ആണ് മാൻഡേറ്ററി ആയിട്ട് നമ്മൾ തുടക്കത്തില് ട്രയലിന് മുന്നേ ബെയിൽ ആപ്ലിക്കേഷൻ പെൻഡിങ് ആവുന്ന സമയത്ത് ജയിലിൽ കഴിയേണ്ടതുള്ളൂ. സോ ഒരു 90 days കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആരും പിടിച്ച് അകത്തിടില്ല. ദിലീപ് ജയിച്ചു എന്ന് രാഹുൽ വാദിക്കുന്ന കേൾക്കുമ്പോൾ തോന്നും ഓൾറെഡി നിയമ സംവിധാനങ്ങളെല്ലാം ദിലീപ് ഈസ് അക്യൂറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞു എന്ന് ഫീൽ ചെയ്യുന്ന തരത്തിലാണ് രാഹുൽ പറയുന്നത്. അത് പറയാൻ വരട്ടെ, അത് ലെറ്റ് ദ കോർട്ട് ഡിസൈഡ് ഇറ്റ് ഫൈനലി. പക്ഷെ ഒരുപക്ഷെ രാഹുലിനെ പോലെയുള്ളവർക്ക് അതിവീക്ഷണം ഉണ്ടാകാം, ഞങ്ങൾ ജയിക്കും, ഞങ്ങൾ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതല്ലെങ്കിൽ ഈ നിയമത്തിന്റെ സിറ്റുവേഷൻസ് വെച്ച് നോക്കുമ്പോൾ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇതിനകത്ത് ഒരു കോൺസ്പിറസി പ്രൂവ് ചെയ്യുക എന്നുള്ളത്. അദ്ദേഹത്തിന്റെ സാന്നിധ്യമുള്ള, ഡയറക്റ്റ് ലിങ്ക് ഉള്ള, സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ധാരാളമുള്ള, ചെയിനുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഒന്നുമല്ല നമ്മുടെ കേസിലുള്ളത്, അതിജീവിതയുടെ കേസിലുള്ളത്. അതിജീവിതയുടെ മൊഴിയും മറ്റു ചില തെളിവുകളും അല്ലാതെ അതിൽ കൂടുതലായിട്ട് ഒരു തെളിവ് സമാഹരിക്കുവാൻ പോലീസിന് കഴിഞ്ഞിട്ടുമില്ലെന്നുള്ളതാണ് ഇതിനകത്തെ യാഥാർത്ഥ്യം. അതിജീവിതയുടെ മൊഴിയില്ല. അതിജീവിതയ്ക്ക് എങ്ങനെ അറിയാം ദിലീപ് ഉണ്ടോ ഇല്ലയോ? ദിലീപിനെതിരെ മൊഴി കൊടുക്കുവാൻ കഴിയില്ല, അത് ശരിയാണ്.
അത് ഡയറക്റ്റ് ആയിട്ടുള്ള അല്ല ഇതിപ്പോൾ rape ശ്രീ രാഹുൽ ഈശ്വർ ഇപ്പൊ ഈ പ്രധാനപ്പെട്ട കേസ് നിൽക്കെയാണ് അതിനിടെ വരുന്ന ഇങ്ങനെയുള്ള ചില ഇത് എത്രത്തോളം മാനസികമായി അവരെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് എന്ന് രാഹുൽ ഈശ്വർ ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇപ്പൊ ഈ ഒരു ദൃശ്യം ഇത് കോടതിയുടെ സംരക്ഷണ എന്നല്ലേ നമ്മൾ വിചാരിക്കുക? കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന കാര്യം, കോടതിയിൽ ഇരിക്കുന്ന കാര്യം, അവിടെ അത് വെച്ച് തുറന്ന് പരിശോധന ഇപ്പൊ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട് ഇല്ലയോ അതൊന്നുമല്ല, അത് പരിശോധിക്കപ്പെട്ടു എന്നുള്ളത് അറിയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു മനോവിഷമം എത്ര വലുതായിരിക്കും. അത് മജിസ്ട്രേറ്റ് പരിശോധിക്കുന്നു, വീട്ടിൽ കൊണ്ടുവച്ച് പരിശോധിക്കുന്നു, ബെഞ്ച് ക്ലർക്ക് പരിശോധിക്കുന്നു, ശിരസ്തേദാർ പരിശോധിക്കുന്നു. എന്തോ അതെ, അതിൽ അവരപ്പോ പരാതി കൊടുക്കണ്ടേ? അതിൽ പരാതി കൊടുക്കേണ്ടതില്ലേ രാഹുൽ ഈശ്വർ? അത് ഈ കോടതിയിലേക്ക് തന്നെയല്ലേ അത് പോകേണ്ടത്? അതിജീവിതയെ പോലും ചില ആൾക്കാർ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ഈ വിഷയം ഇങ്ങനെ ഉണ്ടോ എന്ന് താങ്കൾ സമ്മതിക്കുന്നുണ്ടല്ലോ ശ്രീ രാഹുൽ ഈശ്വർ? ഈ വിഷയം ഇങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ ഈ വിഷയത്തിലേക്ക് മാത്രം വരൂ. ഈ വിഷയം താങ്കൾ ശ്രദ്ധിക്കൂ. നേരത്തെ മാഡം പറഞ്ഞതിനുള്ള മറുപടിയാണ്. അതിജീവിതയെ പോലും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. കാര്യം അതിജീവിതയ്ക്ക് ദിലീപ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ലല്ലോ. ദിലീപ് വിരോധികളായ ഒരു പറ്റം ആൾക്കാർ ദിലീപിനെതിരെ സ്ഥാപിത താല്പര്യം വെച്ച് പോലീസിലെ ചില ആൾക്കാരെ കൂട്ടുപിടിച്ച് ശ്രീ ദിലീപ് ഈ കേസിലുണ്ടെന്ന വ്യാജ പ്രചരണം അഴിച്ചുവിട്ട് അതിജീവിതയെ പോലും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നാളെ താങ്കൾക്ക് ഇതിൽ ദിലീപ് എന്നുള്ള ഒരൊറ്റ പോയിന്റിലേക്കാണ് താങ്കൾ വരുന്നത്. ഞാൻ നിലവിൽ ദിലീപ് എന്നൊരു വിഷയമേ അല്ല ഇന്ന് ചർച്ച ചെയ്തത്. ഇന്ന് ചർച്ച ചെയ്ത ദിലീപ് എന്നൊരു വിഷയമേ അല്ല. ഈ മെമ്മറി കാർഡ് തുറന്നതിൽ ഒരു നടപടിയിലേക്കും ഇതുവരെ ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ പോയിട്ടില്ല. അതുകൊണ്ടാണ് അവർ രാഷ്ട്രപതിയെ സമീപിച്ചത്. നീതി തേടി ജുഡീഷ്യറിക്ക് മേൽ ഭരണപരമായ ഒരു അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ നീതി തേടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു ദൗർഭാഗ്യകരമായ അവസ്ഥയെക്കുറിച്ച് മാത്രമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. എന്റെ സമയം അവസാനിച്ചിരിക്കുന്നു. നമ്മൾ ഈ വിഷയങ്ങൾ വീണ്ടും വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യും. വളരെ നന്ദി രാഹുൽ ഈശ്വർ, അഡ്വക്കേറ്റ് വിമല ബിനു ചർച്ചയിൽ പങ്കെടുത്തതിന്. ന്യൂസ് ഈവനിംഗ് അവസാനിക്കുന്നു.